ഞാൻ പറയുന്ന വാക്കുകളിലോ മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്ന വാക്കുകളിലോ ഒക്കെ നിങ്ങൾ കേൾക്കുന്ന വാർത്തകളാണ് ഞാനും നിങ്ങളും തമ്മിൽ ഒരു സുദൃഢ ബന്ധത്തിലേക്ക് വരുന്നത്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. ഈ ഓരോ ബന്ധങ്ങളും നമ്മൾ കൂടുക 7 അനുഭവങ്ങൾ കൂടെ കടന്നു വരുമ്പോഴാണ് അഭാജ്യമായ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 7 അനുഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മദാനം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധാത്മ അച്ചാരം, പരിശുദ്ധാത്മ അധിവാസം, പരിശുദ്ധാത്മ നിറവ്. നമ്മൾ ആ നിറവ് പറയാനായിട്ട് ഞാനത് ഇത്രയും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ 7 അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പരിശുദ്ധാത്മ നിറവ്. അത് 7 അനുഭവങ്ങൾ ഒന്ന് മാത്രമായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ 7 അനുഭവങ്ങൾക്കും കൂടി പൊതുവായും നമ്മൾ പരിശുദ്ധാത്മ നിറവെന്ന് പറയും. ഇതിനെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മ നിറവിന്റെ പ്രാധാന്യം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7 അനുഭവങ്ങൾ പ്രാപിക്കുമ്പോഴും നമ്മൾ അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെന്ന് പറയാം. അതിന്റെ അർത്ഥം ഞാൻ ഈ 7 അനുഭവങ്ങൾ കൂടെ പോകും. അല്ലാതെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു തെറ്റായ പ്രയോഗമാണ്. ഞാൻ പറഞ്ഞു, അഭിഷേകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക പദവിയിലേക്ക് ദൈവം നമുക്ക് നിയോഗവും തെരഞ്ഞെടുപ്പും തരുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമുക്കെല്ലാം അഭിഷേകമുണ്ട്. നമ്മളൊക്കെ അഭിഷേകം പ്രാപിച്ചതാണ്, നിങ്ങൾക്കും എനിക്കും. ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ പൂർണ്ണസമയ ദൈവദാസന്മാരോ ശുശ്രൂഷകന്മാരോ അല്ലെങ്കിൽ പോലും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിരവധി ശുശ്രൂഷകളുണ്ട്. അത് പ്രാർത്ഥനയിലൂടെ, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിലൂടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ, ചെറിയ ചെറിയ ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശുശ്രൂഷകന്മാരാകുകയാണ്. അപ്പൊ അതിലൊക്കെ ഒരു നിയോഗം ആവശ്യമാണ്. ആത്മനിറവ് വേണം. അതിലൊക്കെ ആത്മനിറവ് വേണം. അത് സഭയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പായിടാനായിരിക്കാം, കസേര നിരത്താനായിരിക്കാം, പാട്ട് ലീഡ് ചെയ്യാനായിരിക്കാം, ദൈവദാസന്മാര് വാക്യം പറയുമ്പോൾ എടുത്ത് വായിക്കുന്നതായിരിക്കാം. ഇതിനെല്ലാം അഭിഷേകം ആവശ്യം, ഇതിനെല്ലാം ആത്മനിറവ് ആവശ്യം. നമ്മൾ ഓർക്കുന്ന ഇതിനൊക്കെ ഈ അഭിഷേകം എന്ന് പറഞ്ഞ ആത്മനിറവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിക്കുന്നത് മാത്രമാണ് ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലെ പെന്തിക്കോസ്തുകാർക്കിടയിൽ. ഇത് ലോകം മുഴുവനൊന്നും ഇല്ല കേട്ടോ. നമ്മളെ അങ്ങനെയൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കും. അത് കേരളത്തിൽ മാത്രമുള്ളതാണ്. ഈ കേരളത്തിലെ പെന്തിക്കോസ്തുകാർക്ക് ഇങ്ങനെ ചില തെറ്റായ ധാരണകൾ കൊടുത്തിട്ട് അവരെല്ലാം ഓർക്കുന്ന ആത്മനിറവ് എന്ന് പറഞ്ഞാൽ, ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രവാചകനാകുക അല്ലെങ്കിൽ പ്രവാചകിയാകുക. അത് എനിക്കത് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കാൻ നട്ടാ കുരുക്കാത്ത നുണ പറയും. മനസ്സിൽ തോന്നിയതൊക്കെ ഓരോരുത്തരോടും വിളിച്ചു പറയും. നിന്റെ ഭാര്യയ്ക്ക് ഒരു പെങ്കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞാൽ കൃത്യം ആങ്കൊച്ചുണ്ടാകും. ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഈ മണ്ടത്തരം പറയുന്നതെന്ന് എനിക്കും അറിയത്തില്ല. നമ്മുടെ ഇടയിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ പ്രവചനവും പറഞ്ഞ് നടക്കുക. അവരോർത്തിരിക്കുന്ന ഇത് മാത്രമാണ് ഏതാണ്ട് ആത്മാവിന്റെ ശുശ്രൂഷ എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 7 അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പൗലോസിനെ ചോദിച്ചില്ലേ, ഇല്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എഫേസോസുകാരോടെ ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ ഈ 7 അനുഭവം, അതില് ഏതാണ്ടൊരു 5 അനുഭവങ്ങളെ കുറിച്ച് ഞാൻ കുറേശ്ശെ ഒന്ന് തൊട്ടുപോയി. അല്ലെ, പരിശുദ്ധാത്മ ദാനം എന്താന്ന് ഞാൻ അല്പം വിവരിച്ചു. അത് അത്രയൊന്നും അല്ല കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കണമെന്ന് വന്നാൽ വാക്യങ്ങളെല്ലാം എടുത്ത് അതിന് നാനാവശങ്ങൾ പഠിച്ചു വരണമെങ്കിൽ നമുക്ക് നന്നായി സമയം വേണ്ടി വരും. പരിശുദ്ധാത്മ ദാനം എന്താന്ന് പഠിച്ചു. രണ്ടാമത് പരിശുദ്ധാത്മ സ്നാനം എന്താന്ന് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത് പരിശുദ്ധാത്മ അഭിഷേകം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു. അതും നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഞാൻ പരിശുദ്ധാത്മ മുദ്ര എന്താന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടല്ലോ, അല്ലേ? അത് കഴിഞ്ഞ് ഞാൻ അവസാനം പറഞ്ഞ് നിർത്തിയത് പരിശുദ്ധാത്മ അച്ചാരമാണ്. അറബോൺ, ദ ഏർനെസ്റ്റ്
പരിശുദ്ധാത്മ അച്ചാരം. അച്ചാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അഡ്വാൻസ്, ഡൗൺ പേയ്മെന്റ് എന്നൊക്കെ അർത്ഥം. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഷുവർട്ടി, ഇറ്റ്സ് എ ഡീഡ്. അത് ദൈവം നമ്മളോട് നടത്തുന്ന ഒരു ഉടമ്പടി പത്രമാണ്. എന്താ? നാം നിത്യതയെ കാണുമെന്നുള്ളതിന്. അപ്പൊ അതുകൊണ്ടാണ് ഈ അച്ചാരം നമുക്ക് ഇത് ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും ഓർത്തോണം, സംശയിക്കരുത്. സ്വർഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പേടിയാ ചിലർക്ക്. ഞാൻ ചില സഭകളിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷിച്ചു വരുമ്പോൾ ചില ഭാഗങ്ങൾ വരുമ്പോ ഞാൻ പല സഭകളിലും ചോദിച്ചിട്ടുണ്ട്, ഇതിനകത്ത് സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പുള്ള ഒരു കൈപൊക്കാൻ പറഞ്ഞാൽ നമ്മുടെയൊക്കെ പെന്തിക്കോസ് സഭകളില് 200 500 പേര് ഇരിക്കുന്നിടത്ത് വിരലിലെണ്ണ ആളുകൾ മാത്രമേ ധൈര്യത്തോടെ കൈ പൊക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചിലര് പകുതി പൊക്കും. എന്താ പറഞ്ഞാൽ അത്ര ഉറപ്പില്ലെന്നാണ്. ചിലർ കൈ പൊക്കുകയില്ല. അപ്പൊ ചോദിച്ചാൽ പറയും, എന്റെ പാസ്റ്ററെ അത്ര ഞാൻ ഇനിയും പല കാര്യങ്ങളും, ഞാൻ മനുഷ്യനാണല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ. എന്നെ പൊന്നു കുഞ്ഞെ, നിനക്ക് കുറവില്ലാഞ്ഞിട്ടല്ല, ഈ പൂർണ്ണരായവരൊന്നും അല്ല സ്വർഗത്തിൽ ചെല്ലുന്നത്. ദൈവത്തിന്റെ കൃപയല്ലേ ഇത്? കൃപയാലല്ലേ നമ്മളെ വീണ്ടെടുത്തത്? നമ്മുടെ വീഴ്ചകളും നമ്മുടെ ഇടർച്ചകളും നമ്മുടെ തോൽവികളും ഒക്കെ ദൈവത്തിന് അറിഞ്ഞൂടെ? ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ദൈവം അഡ്വാൻസ് ആയിട്ട് നിന്നെ നിത്യതയിൽ എത്തിക്കുമെന്നുള്ളതിന്റെ അഡ്വാൻസ് ആയിട്ട്, ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഈ പരിശുദ്ധാത്മാവിനെ തന്നത്. അപ്പൊ പിന്നെ ഓർക്കരുതോ, അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഇനി അതിനകത്ത് 2 എണ്ണം കൂടെ പറഞ്ഞാൽ നമുക്ക് അതിന്റെ പൂർത്തിയാകും 7 എണ്ണം. അതിനകത്ത് അടുത്തത് പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തെ കുറിച്ചാണ് അടുത്തത് നമ്മൾ. അപ്പൊ 6ാമത്തത് നിങ്ങൾ എഴുതുക, പരിശുദ്ധാത്മാ അധിവാസം, ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അധിവാസം, ഇൻഡ്വെല്ലിംഗ്. ആ ഇൻഡ്വെല്ലിംഗ് എന്നുള്ള അർത്ഥമുണ്ടല്ലോ പരിശുദ്ധാത്മ അധിവാസം. അത് യോഹന്നാന്റെ സുവിശേഷം 14:16 കുറിവാക്യം. യോഹന്നാന്റെ സുവിശേഷം 14:16. വേറെ നിരവധി വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 1:27, 1 കൊരിന്ത്യർ 12:13, 2 യോഹന്നാൻ 2 തീമോത്തിയോസ് 1:14, 1 പത്രോസ് 4:14. ഈ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കുക. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഈ ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിന്റെ അധിവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഉണ്ടല്ലോ, അധിവാസം എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിന്റെ ആ പദം മെനോ എന്നൊരു ക്രിയാപദമാണ്. ആ ബാക്കി ഒന്നെടുത്ത് വായിച്ചോളൂ. യോഹന്നാന്റെ ശേഷം 14:16 കുറിവാക്യം വായിച്ചോളൂ. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ വായിക്കാം. നിങ്ങൾ സ്വയം വായിച്ചോളൂ. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ നോക്കണേ, അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. കർത്താവ് പറയുകയാണ് മറ്റൊരു കാര്യസ്ഥൻ, another comforter, മറ്റൊരു കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്നുള്ള പദം ഈ പാരക്ലൈറ്റോൺ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഈ പാരക്ലീറ്റസ് എന്നൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുന്നത്. അല്ലോൺ പാരക്ലൈറ്റോൺ എന്നാണ്. അല്ലോസ് എന്ന് പറഞ്ഞ അതർ, മറ്റൊന്ന്. അല്ലൂസ് വേറൊന്ന്, അനദർ ഓർ അതർ വേറൊന്ന്, മറ്റൊന്ന്. പാരക്ലെറ്റോസ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അൻ അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റ്, ഒരു വക്കീല്, നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ കേട്ടോ. ഒരു കംഫർട്ടർ, നമ്മളെ ആശ്വസിപ്പിക്കുന്നവൻ, ഒരു ഹെൽപ്പർ,
നമ്മളെ സഹായിക്കുന്നവൻ എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥമേ. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ പരിശുദ്ധ അനാദർ കംഫർട്ടർ. അതെന്താ ഈ അനാദർ എന്ന് പറഞ്ഞേ? മറ്റൊരു കാര്യസ്ഥൻ. അപ്പൊ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞപ്പോ വേറൊരു കാര്യസ്ഥൻ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഒരു കാര്യസ്ഥനുണ്ട് എന്നാ കർത്താവ് പറയുകയാണ്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ തരാം. അപ്പൊ ഒരു കാര്യസ്ഥനുണ്ട്. അതാരാ? പാരക്ലീറ്റസ്. യഥാർത്ഥ പാരക്ലീറ്റസ് ആരാ? പരിശുദ്ധാത്മാവാണ്, ഒട്ടും കുറവല്ല. എന്നാൽ ഇവിടെ വേറൊരാളൂടെ ഉണ്ട്. ആ പറയുന്ന ആള് അതാരാ? യേശു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പാരക്ലീറ്റസ് ആണ് കേട്ടോ. ആശ്വാസപ്രദൻ, അല്ലെങ്കിൽ വക്കീല് എന്നൊക്കെ പറയുക. മറ്റൊരു കാര്യസ്ഥൻ. കാര്യസ്ഥനെന്നോ ആശ്വാസപ്രദനെന്നോ സഹായിന്നോ ഒക്കെ പറയാവുന്ന ഒരു പദമാണത്. യേശുവിനെ ആ സ്ഥാനത്ത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള കേരളീയരുടെ സങ്കല്പം എന്ന് പറഞ്ഞാലേ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്നാണ് നമ്മൾ ചിന്ത. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളൊക്കെ പഠിച്ചപ്പോ ഉണ്ടല്ലോ, ഈ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാര് എപ്പോഴും നല്ല കഷണ്ടി തലയും കൊമ്പം മീശയും വെറ്റില മുറുക്കുന്നവര്, എപ്പോഴും വെറ്റില മുറുക്കി വായു ഒക്കെ ചുമന്ന് എന്നിട്ട് കയ്യിലൊരു ചൂരവടിയും കൊണ്ട് കണ്ണും മിഴിച്ച് നടക്കുക. എനിക്ക് തോന്നുന്നു ഈ ലെൻസും കൊണ്ട് ഇങ്ങനെ ഈ പോലീസുകാരെ നടക്കുകയല്ലേ കുറ്റം ചെയ്ത് ഇങ്ങനെ എവിടെ ഈ കൈരേഖയൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ലെൻസും കൊണ്ട് നടക്കുകയാണ്. മനുഷ്യന്റെ എല്ലാം കുറ്റം കണ്ടുപിടിച്ചിട്ട് ആട്ടി കൊടുക്കാൻ. 2ാം ക്ലാസ്സിലെ ഹെഡ് മാസ്റ്റർ ഓർക്കുന്നുണ്ട്. എന്റെ ഹെഡ് മാസ്റ്റർക്ക് അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തെ കാണുന്ന പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്നാൽ എങ്ങനെയാണേലും നമ്മൾ ചുമ്മാതിരുന്നാലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കും. എന്നതേലും ഒരു കുറ്റം ഉണ്ടാക്കിയെടുക്കും പുള്ളി. എന്നിട്ട് നല്ല പുളിവാറ് കൊണ്ട് ചന്തിക്ക് പടയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പേടിയാ. ഇതുപോലെയാണ് നമ്മൾ ഈ കേരളീയർ ദൈവത്തെ കാണുന്നത്. നമ്മൾ ഓർക്കുന്ന ദൈവം ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഈ കുറ്റകൃത്യം നടന്നിടത്തുന്ന ഇത്രയും ലെൻസും കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും പോലീസുകാരിങ്ങനെ. എനിക്ക് കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവുള്ളതുകൊണ്ട് വേദപുസ്തകം ഇതുകൊണ്ടാണ് വായിക്കുന്നത്. ഇതിൽ എനിക്ക് ചെറിയ വേദപുസ്തകം വായിക്കാൻ പറ്റി. ചെറുതല്ല, നമ്മൾ ഈ സാധാരണ കൊണ്ട് നടക്കുന്നതൊക്കെ വലിയ അക്ഷരമുള്ളൊരു വേദപുസ്തകം മേടിച്ച് വേറെ വെച്ചിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം വായിക്കാൻ. അപ്പോ ദൈവം ഇങ്ങനെ നോക്കി നടക്കുക. എന്തിനാ? നമ്മളെ കുറ്റം കണ്ടുപിടിക്കാൻ. അങ്ങനെ പോലീസിനായാണോ ദൈവം? പൊന്നു കുഞ്ഞെ, ആദ്യം മനസ്സിലാകും കർത്താവ് ആരാന്നറിയാമോ? അവൻ നമ്മുടെ ആശ്വാസപ്രദനാണ്, നമ്മുടെ സഹായിയാണ്, നമ്മുടെ അഡ്വക്കേറ്റ് ആണ്. ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കി. അപ്പൊ കർത്താവ് പറയുകയാണ്, ഞാനിപ്പോ അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ ജഡത്തിൽ കർത്താവ് ഇവിടുന്ന് അങ്ങ് പോവുക എന്ന്. ക്രൂശുമരണത്തോട് അടുത്ത് വരുമ്പോഴേ ഈ പറയുന്നേ, ഞാൻ ചെന്നിട്ട് മറ്റൊരു കാര്യസ്ഥനെ നിനക്ക് തരാം. മറ്റൊരു കാര്യസ്ഥൻ. അപ്പൊ കർത്താവ് പോയ സ്ഥാനത്ത് കർത്താവ് മറ്റൊരു സഹായിയെ, ഒരു അഡ്വക്കേറ്റിനെ നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ കുത്തിമുറിവേൽപ്പിക്കുന്നവനല്ല. അല്ലെ, പ്രവാചകൻ വരുമ്പോഴത്തേക്ക് പലരും സഭയിൽ നിന്ന് സ്ഥലം വിടുക. പേടിയാ. നീ എന്തിനാ പേടിക്കുന്നേ? പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നവനും നിന്റെ വീഴ്ചകള്, നിന്റെ ഇടർച്ചകള് അവിടെ അഡ്വക്കേറ്റ് ചെയ്യുന്നവനുമല്ലേ. ദൈവത്തിന് മുൻപാകെ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് വേണ്ടി വാദിക്കുന്നവനല്ലേ. ആ അഡ്വക്കേറ്റ് അല്ലോൺ പറക്ലറ്റോൺ ബി വിത്ത് യു, നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കൂടെ ഇരിക്കും. Abide with you. Abide, ആ പദം abide, അതാണ് അധിവാസം എന്ന് നമ്മൾ പറഞ്ഞ മലയാളം പദം. Abide. ഗ്രീക്ക് ഭാഷയിൽ മെനോ എന്നൊരു പദമുണ്ടേ. വലിയ രസമുള്ളൊരു പദമാണ് മെനോ. പ്രത്യേകിച്ച് യോഹന്നാന് എനിക്ക് തോന്നുന്നത് ഇതിനോട് ഏതാണ്ട് ഒരു ക്രൈസ് ആണെന്ന് തോന്നി ഈ മെനോ എന്ന് പറഞ്ഞ പദവേ.
യോഹന്നാൻ ഉപയോഗിച്ചിടത്തോളം മറ്റാരും ഉപയോഗിച്ചിട്ടുമില്ല. യോഹന്നാന്റെ ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും നോക്കിയാൽ മെനോയുടെ കളിയാ. മെനോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? abide, to dwell, പാർക്കുക, താമസിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, സ്ഥിരമായി താമസിക്കുന്നതിനെയാണ് abide എന്ന് പറയുന്നത്. സ്ഥിരമായി പാർക്കുക, അല്ലാതെ വല്ലപ്പോഴും വന്ന് പാർത്തേച്ച് പോരുകയല്ല. ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് കാലിന്റെ പ്രയാസം ഉണ്ടാകുന്നതിന് മുമ്പ് വരെയും തുടർമാനം എനിക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, ഭാനുദാസൻ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വെള്ളറട, കുടപ്പനമൂട്, വെള്ളറട, അവിടെയൊക്കെ വന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മിക്കവാറും തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സഹോദരി ഉണ്ട്, അവിടെ വന്ന് ഞാൻ താമസിക്കും. തിരുവനന്തപുരത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് താമസിക്കും. ആ താമസം മെനോ അല്ല. കാരണം അവിടെ ഞാൻ തൽക്കാലം അത്യാവശ്യമുള്ള സാധനങ്ങളും കൊണ്ട് അവിടെ വന്ന് ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് സ്വസ്ഥമായിട്ട് വേണേ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച്, പ്രത്യേകിച്ച് അവളുണ്ടാക്കുന്ന വല്ലതും ഭക്ഷണം എനിക്കിഷ്ടമാണ്. എന്റെ സഹോദരിയല്ലേ, അപ്പൊ അവള് ഇച്ചിരി ഭക്ഷണം വല്ലതും ഉണ്ടാക്കി തരുന്നത് എന്റെ ഇഷ്ടം അനുസരിച്ചും എന്റെ ടേസ്റ്റ് അനുസരിച്ച് അവൾക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അത് മെനോ അല്ല, അതൊരു സൊജോണാണ്. അത് എന്താ, താൽക്കാലികമായി പാർക്കുക. കാരണം ഞാൻ തിരുവനന്തപുരക്കാരനല്ല, ഐ എം എ സൊജോണർ ദെയർ. ഞാൻ അവിടെ ഒരു സൊജോണറാണ്. ഈ താൽക്കാലികമായി പാർക്കുന്നതിനെയാണ് സൊജോൺ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഒരു സൊജോണറാണ്. തിരുവനന്തപുരത്ത് എനിക്ക് വീടുണ്ട് ശരിയാണ്, പക്ഷേ ഐ എം എ സൊജോണർ ദെയർ. ഞാനിവിടെ ഒരു സൊജോണറാണ്. പക്ഷേ തിരുവല്ലയിൽ ഐ എം അബൈഡിങ് ഹിയർ. ഞാൻ ഇവിടെ മെനോയ. എവിടെ പോയാലും ഞാൻ ഇവിടെ വരും. എവിടെല്ലാം പോയാലും, ഇനി എങ്ങോട്ടെല്ലാം മീറ്റിങ്ങിന് ഞാൻ പോയാലും വടക്കോട്ട് പോകും, തൃശ്ശൂര്, കോഴിക്കോട്, എറണാകുളം, ഇങ്ങനെ അങ്ങോട്ട് ഒക്കെ എന്റെ യാത്രയുണ്ട്. പാലക്കാട്, നിലമ്പൂര്, എവിടെ പോയാലും ഞാൻ ഇവിടെ വരും, എന്റെ വീട്ടിൽ വരും. ബിക്കോസ് ഐ എം റിസൈഡിങ് ഹിയർ. ഞാൻ ഇവിടെയാണ് പാർക്കുന്നത്. അതാ മെനു. ഇതാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ സ്ഥിരമായി പാർക്കണം. പഴയ നിയമത്തിലെ പോലെ പോയും വന്നും നിൽക്കുന്നവനല്ല. നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുക. ചില സമയത്ത് അങ്ങോട്ട് ഇളകിയാൽ ഇളക്കവാ, ചില സമയത്ത് ഉറങ്ങിയാൽ ഉറക്കവാ. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസമൊന്നും ഇല്ല. സഭയിലൊരു ഉപവാസം വരുമ്പോഴത്തേക്ക് ഒരു ചൂടും അന്യഭാഷയും, ആ ഇടയ്ക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥന, ബഹളം. അയ്യോ, ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോയി. അതല്ല കേട്ടോ, പരിശുദ്ധാത്മാവ് നമ്മളിൽ സ്ഥിരവാസം ചെയ്യണം. അതിനെയാണ് പരിശുദ്ധാത്മ അധിവാസം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക, നമ്മൾ അതിലല്ല നിൽക്കേണ്ടത്. ലാസ്റ്റ് 7ാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മ നിറവാണ്. അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. the fullness of the Holy Spirit. അതാണ് നമ്മൾ കുറിവാക്കി ആദ്യം വായിച്ചത്. എഫേസ്യർ 5:18 തുടങ്ങി 21 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചത്. അപ്പൊ നോക്കണേ, എന്താ നിറവ്? നിറവ് എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ പ്ലെറോ എന്നൊരു പദമാണ്. പ്ലെറോ, ക്രിയ, പ്ലെറോ. നാമപദം നിറവ് എന്ന് പറയുമെങ്കിൽ പ്ലെറോമ എന്നൊരു പദമുണ്ട്. പ്ലെറോമ, LEROMA എന്നെഴുതിയാൽ നമ്മൾ എങ്ങനെ വായിക്കുമോ അതാണ് പ്ലെറോമ എന്ന് പറഞ്ഞ നിറവ്. പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയപ്പെടണം. അതാണ് അവസാനത്തെ പരിശുദ്ധാത്മാനുഭവം എന്ന് പറയുന്നത്. ഞാനത് വിവരിക്കുന്നില്ല, കാരണം നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത്. പരിശുദ്ധാത്മാ നിറവിനെ കുറിച്ചാണല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനതൊരു മുഖവുര മാത്രമേ ആയിട്ടുള്ളൂ.
അപ്പൊ ഞാനത് പറയാനുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. ഈ 7 പോയിന്റുകൾ നിങ്ങൾ കുറിച്ചിടണം. അത് നിങ്ങൾ ബൈഹാർട്ടാക്കണം. നിങ്ങൾ ഇത് വല്ലയിടത്തും പഠിപ്പിക്കണം. കാരണം പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിരവധി ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അത് മാറ്റിയെടുക്കാനായി ഇത്തരം ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് എന്തിനാ? നമ്മള് ചിലർ വിചാരിച്ചിരിക്കുന്നത് അന്യഭാഷ പറയാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നെന്നാ. ചിലക്കാരെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള പ്രയോഗം എന്നതാ അന്യഭാഷ പറയുക അല്ലേ? അത് എപ്പോഴും ഒന്നുമില്ല, യോഗം മൂത്തു വരണം അല്ലേ? പാട്ടുപാടി പാടി പാടി ഒരു 3ാമത്തെ അടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 4ാമത്തെ അടി വരുമ്പോഴത്തേക്ക് തമ്പേറിന്റെ താളം കിട്ടും. താളം പോകും, തമ്പേറിന്റെ താളം കൂട്ടുപോകും. അങ്ങനെ അവതാളത്തിന്റെ പുറത്ത് ഇറങ്ങി വരുന്ന ഒരു ബാധയിളക്കം പോലെ ഇന്ന് നമുക്ക് പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ പരിശുദ്ധാൽ. എനിക്കത് മനസ്സിലാകത്തില്ല. ഈ അവതാളത്തിന്റെ ഈ താളം തെറ്റുമ്പോ എങ്ങനെ ഈ ആത്മാവ് ഇവിടെ ആത്മാവ് കൃപയുടെ ആത്മാവാണ്, ചിട്ടയുടെ ആത്മാവാണ്, ക്രമത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് എങ്ങനെ താളം തെറ്റുമ്പോ ഇറങ്ങുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകില്ല ചെയ്യേണ്ടത്. ഈ പാട്ട് പാടി 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 കയ്യടി എങ്ങാണ്ടൊക്കെ പോകുന്നു, പാട്ട് വേറെടുത്ത് പോകുന്നു, തമ്പേറിന്റെ കൊട്ട് വേറെടുത്ത് പോകുന്നു. ഇപ്പം പിന്നെ ഡ്രം സെറ്റ് ആണല്ലോ, അത് പിള്ളേരെ അടിച്ചങ്ങ് തട്ടി മൂളിക്കും. അപ്പോഴാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് ഒരു ബാധയിളക്കം പോലെ. ഇതാണോ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്? ഈ അന്യഭാഷ മാത്രമാണോ പരിശുദ്ധാത്മാവിന്റെ തെളിവ്? ഞാൻ സത്യം പറയട്ടെ, ഈ അന്യഭാഷ നമ്മളീ പറഞ്ഞ 7 ആത്മാനുഭവത്തിൽ ഒന്നുപോലും അല്ല. നമ്മളിപ്പോ 7 ആത്മാനുഭവം പഠിപ്പിച്ചില്ലേ, ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസ്, അതിൽ ഒന്നുപോലും അല്ല അന്യഭാഷ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്ക്. അന്യഭാഷ എന്ന് പറയുന്നത് സത്യത്തിൽ നാം ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണം മാത്രം, ഒരു തെളിവ് മാത്രം. അത് മാത്രമല്ല ലക്ഷണം കേട്ടോ, ഏകവും പരിശുദ്ധവുമായ ലക്ഷണമൊന്നും അല്ല. ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രത്യക്ഷവുമായ തെളിവാണ് അന്യഭാഷ. അയ്യോ, അതല്ല. സത്യത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിലുണ്ട്, ആ നിറവ് ഞാൻ പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ ലക്ഷണം അതല്ല. അത് ആത്മാവിന്റെ ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നതാണ്. ആത്മഫലം, ആത്മാവിന്റെ ഫലം. ഞാൻ ആത്മാവിന്റെ വരോ അല്ല കേട്ടോ. ഞാൻ ആത്മനിറവ് പ്രാപിച്ചു എന്നുള്ളതിന്റെ ലക്ഷണം ആത്മാവിന്റെ വരവുമല്ല, ആത്മാവിന്റെ ഫലം ഞാൻ പുറപ്പെടുവിക്കും. ഒരു ചെടി കുഴിച്ചു വെച്ചാൽ അത് വളർന്ന് അതിൽ കായുണ്ടായില്ലെങ്കിൽ ആ ചെടിയുടെ ഉപയോഗം എന്താ? കർത്താവ് പറഞ്ഞ പോലെ നിലത്തെ അത് നിഷ്ഫലമാക്കുകയല്ലേ അല്ലേ? എന്തിനു വേണ്ടിയാണോ കർത്താവ് മരിച്ചത് അത് നടക്കാതെ പോകില്ലേ? നമ്മളിങ്ങനെ ഒത്തുവരുമ്പോ 2 മറുഭാഷയും പറഞ്ഞ് ജീവിക്കാനാണോ കർത്താവ് ക്രൂശിൽ മരിച്ചത്? സഭയ്ക്കകത്ത് മൊത്തം ഇളകി വരുമ്പോഴത്തേക്ക് കടിച്ചാ പൊട്ടാത്ത 2 അന്യഭാഷ പറയാൻ വേണ്ടിയിട്ടാണോ കർത്താവ് പരിശുദ്ധാത്മാവിനെ പറഞ്ഞയച്ചത്? ഇതൊരു അടയാളം, ഒരു ലക്ഷണം മാത്രമാണ്. ആ ലക്ഷണത്തിനല്ല പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. നമ്മളെ കൊണ്ട് മറുഭാഷ പറയിക്കുകയല്ല പരിശുദ്ധാത്മാവിന്റെ ഏക ഉദ്ദേശം. അത് ലക്ഷണം. ഞാന് നേരത്തെ താമസിച്ച വീടിന്റെ അടുത്ത് ഒരു വലിയ വീടുണ്ട്, വലിയൊരു വീട്. അമേരിക്കക്കാരൻ പണിതിട്ടിരിക്കുക. അവര് കുടുംബമായിട്ട് വിദേശത്താണ്. നല്ല കുറച്ചേറെ സ്ഥലമുണ്ട്, നല്ല വീടാണ്. അത് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കെല്ലാം വരും, ആ പുല്ലുമെല്ലാം ചെത്തി വൃത്തിയാക്കി രാത്രിക്ക് വന്ന് ലൈറ്റ് ഇടും. ആ വീട് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ തങ്ങുന്നതും കാണാം. അപ്പൊ അവിടെ വന്നിങ്ങനെ കിടന്നൊക്കെ അദ്ദേഹം പോവും. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇതിന്റെ താക്കോലും എല്ലാം. 1-2 വർഷം കൂടുമ്പോഴത്തേക്ക് അവര് വല്ലപ്പോഴും ഒന്ന് വരികയുള്ളൂ.
2 വർഷം 3 വർഷം കൂടുമ്പോഴത്തേക്ക് വല്ലപ്പോഴും എല്ലാവരോടും ഒന്ന് വരും. ഈ ബാക്കിയുള്ള സമയം അങ്ങനെ എല്ലാവരും ഒന്നും കാണുകയില്ല. എല്ലാ മുറിയിൽ ലൈറ്റ് ഇല്ല, ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഇട്ടേക്കും, നോട്ടക്കാരൻ അവിടെ കാണും. ചിലപ്പോ അദ്ദേഹം അത് കഴിഞ്ഞേച്ച് ലൈറ്റ് ഇട്ടിട്ട് വീട്ടിൽ പോകും. രാവിലെ വന്ന് അത് ഓഫ് ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ രാത്രിക്ക് 9-12 ആകുമ്പോഴായി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുക. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ വൈഫ് പറഞ്ഞു, അങ്ങേ വീട്ടിൽ അമേരിക്കക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ചു, എങ്ങനെ നീ കണ്ടോ? നീ കണ്ടോ? അവരെല്ലാം കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടില്ല, രാവിലെ തുടങ്ങി അവര് ഒരു തട്ടലും മുട്ടലും കേൾക്കാവുന്നത്. എന്നതാ? രാവിലെ തുടങ്ങി ഒരു തട്ടും മുട്ടും ഒക്കെ കേൾക്കാം. ഈ തട്ടും മുട്ടും കേൾക്കാന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? അമേരിക്കക്കാർ വന്നതിന്റെ ലക്ഷണമാണ്. അമേരിക്കക്കാർ വന്നത് ഇങ്ങനെ തട്ടാനും മുട്ടാനും 3 മാസം വീട്ടിനകത്തിരുന്ന് തട്ടാനും മുട്ടാനുമാണ് അവര് വന്നത്. അവർക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ട്. ബന്ധുക്കളെയൊക്കെ ഒന്ന് സന്ദർശിക്കണം, അല്ലേ? പിന്നെ ഗവൺമെന്റ് പരമായ പല കാര്യങ്ങൾ, നികുതി കൊടുക്കാനുള്ളതും ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് അവരിനി പോയാൽ ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞേ വരുവുള്ളൂ. അല്ലാതെ ഈ 3 മാസം അവധി എടുത്ത് അവരെല്ലാം കൂടെ വീട്ടിൽ വന്നിരിക്കുന്നത് തട്ടാനും മുട്ടാനുമാണോ? അവർക്ക് വേറെ ഉദ്ദേശമുണ്ട്. തട്ടും മുട്ടും കേൾക്കുന്നത് എന്താ? ഒരടയാളമാണ്. അമേരിക്കക്കാർ വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇതുപോലെ കേട്ടോ കുഞ്ഞൻ, ഈ മറുഭാഷ പറയിക്കാനല്ല പരിശുദ്ധാത്മാവ് വന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. അതൊരു ചെറിയ കാര്യമാണ്. അത് നീ അന്യഭാഷ പറയണം കേട്ടോ. അതൊരു ലക്ഷണമാണ്. എന്താ? ഞാൻ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്, ആത്മനിറവിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ലക്ഷണം മാത്രമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്, പരിശുദ്ധ അന്യഭാഷ എന്ന് പറയുന്നത്. ഇപ്പൊ അതും വേണ്ടെന്നായില്ലേ ബന്ധുക്കോസുകാർക്ക്? അല്ലേ? നമ്മളൊക്കെ ബ്രദറും ചായ്വിലേക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ സഭകളിലൊന്നും പുതിയ തലമുറ അന്യഭാഷ പറയുന്ന പോലും ഇല്ല. നമ്മുടെയൊക്കെ സഭകളിൽ നിന്ന് അന്യഭാഷ പറയുന്നത് 1-2 പ്രായമുള്ള ആളുകളോ കുറെ സഹോദരിമാരോ മാത്രമായിപ്പോയി. കാരണം അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി എന്നൊരു ചിന്തയാണ്. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവസഭ വന്നുപോയി. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, വ്യാഖ്യാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്തോണം? അന്യഭാഷക്കാരൻ മിണ്ടാതിരുന്നോണം. അങ്ങനെ ഒരു വാക്യവും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് വെച്ചാൽ നമ്മളീ കുത്തുന്നേ. പറയണ്ട, അതവിടെ സഭകളിൽ നിന്ന് പറയിപ്പിക്കുന്നില്ല, പല ദൈവദാസന്മാരും പറയിപ്പിക്കുന്നില്ല. അന്യഭാഷ അവര് പറയുന്ന അന്യഭാഷ പറയുന്നതല്ല ആരാധന, അന്യഭാഷ പറയുന്നതല്ല വിഷയം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മുടെ സഭകളിൽ പോലും ഇതിനെ എതിർക്കുന്ന ആളുകൾ കൂടി വരുന്നൊരു കാലഘട്ടം. നമ്മുടെ ഇടയിലും ദൈവവചനം പഠിക്കുന്ന ചില ആളുകൾ അവസാനം വന്ന് പറയുന്നത് അറിയാമോ? വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണം എന്ന് പൗലോസ് എഴുതി വെച്ചിട്ടില്ലേ? പൊന്നു കുഞ്ഞെ, ഈ അന്യഭാഷ പറയുന്നതും രീതിയും ഒന്നാണെങ്കിലും അത് 2 നിലകളിലുണ്ട്. അത് രണ്ട് നിലകളിൽ പറഞ്ഞാൽ 2 രീതിയിലുള്ള അന്യഭാഷയല്ല. നിങ്ങളെ പ്രത്യേകിച്ചും ഈ 1 Corinthians 14 വെച്ചാണല്ലോ എല്ലാവരും നമുക്കെതിരെ, ഈ അന്യഭാഷക്കെതിരെ പറയുന്നത്. ഈ അന്യഭാഷ 2 തരത്തിൽ ദൈവം നമുക്ക് തരും. 2 രീതിയിൽ നമുക്ക് തരും. 2 രീതിയിൽ. ഒന്ന്, നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ അടയാളമായിട്ട് ദൈവം തരും. അടയാളം, ഇറ്റ്സ് എ സൈൻ. അതൊരു സൈനാണ്, അടയാളമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്, എനിക്കതറിയാം. പക്ഷെ നിങ്ങളതെങ്ങനെ മനസ്സിലാക്കും? ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും? അന്യഭാഷ പറയുന്നത് നിങ്ങൾ കേൾക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും
അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. അടയാളം, ഇറ്റ്സ് എ സൈൻ ഓൺലി. അതൊരു അടയാളമാണ്, അടയാള ഭാഷ. അങ്ങനെ അടയാള ഭാഷയെന്നും വരഭാഷ എന്നും പറഞ്ഞ് പ്രത്യേകിച്ചില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അടയാളമായിട്ട് ആത്മനിറവ് പ്രാപിച്ചവൻ അടയാളമായിട്ട് പറയുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. അത് പറയണം. നിങ്ങൾ പ്രാപിച്ചതിന്റെ ലക്ഷണമല്ലേ അത്? ഇല്ലേ? നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെന്നതിന്റെ അടയാളമല്ലേ അത്? ആ അടയാളം നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമാണ്. അത് ആ സന്ദർഭം തിരിച്ചറിയാതെ ഇട്ട് കുഴച്ചു മറിക്കുന്നതാണ് നമ്മുടെ ഇടയിൽ വന്ന ഏറ്റവും വലിയ ദുര്യോഗം. ഇതിങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരാൻ നമ്മുടെ ഇടയിൽ ആളുമില്ല. അതായി വരുന്നത്. That is a sign language. അത് അടയാള ഭാഷയാണ്. ഇനി മറ്റൊന്നുണ്ട് കേട്ടോ. ദൈവം ചിലർക്ക് അന്യഭാഷ ഒരു വരമായിട്ടും കൊടുക്കും. ഇറ്റ്സ് എ ഗിഫ്റ്റ്. വരം, വരം. അതിനെ അങ്ങനെ വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. വരഭാഷയുണ്ട്, അടയാള ഭാഷയുണ്ട്. അടയാളമായിട്ട് ഞാൻ പ്രാപിച്ചത് പരിശുദ്ധാത്മാവ് എന്നിലുണ്ടതിന്റെ ലക്ഷണം കാണിക്കുക. അതിന്റെ ലക്ഷണം കാണിക്കുക, അതിന്റെ അടയാളം കാണിക്കുമല്ലോ അല്ലേ? അതിന് അടയാളമുണ്ട്. ആ അടയാളം നമുക്ക് കാണാം, മറ്റുള്ളവർക്ക് അറിയാം, തിരിച്ചറിയാം, അവർക്കത് കേൾക്കാം. ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ഇതിനിടയ്ക്ക് കയറ്റി എന്ന് പറയും, ഞാൻ പിന്നെ വന്നോളാം. എന്തിനാ ഈ അന്യഭാഷ ദൈവം നമുക്ക് തന്നെ? ഈ അന്യഭാഷ എന്തിനാ തന്നെ? ഗ്ലോസോലാലിയ എന്നാണ് ഗ്രീക്കിൽ ഈ അന്യഭാഷാ ഭാഷണത്തെ വിളിക്കുന്നത് കേട്ടോ. ഗ്ലോസോലാലിയ, GLOSSOLALIA, ഗ്ലോസോലാലിയ. അന്യഭാഷാ ഭാഷണം എന്നുള്ളതിന് ഗ്രീക്കാണ് GLOSSOLALIA, ഗ്ലോസോലാലിയ. അന്യഭാഷാ ഭാഷണം എന്നാ. പിള്ളേർക്ക് പേരൊന്നും ഇട്ട് കളയരുത്. ഈ പേര് നല്ല പേരാണല്ലോ ഒന്നും കണ്ടേ. അന്യഭാഷാ ഭാഷണം എന്നാ അതിന്റെ അർത്ഥം. അതുകൊണ്ട് പിള്ളേർക്ക് പേരിട്ട കൊഴിഞ്ഞു പോകും നമ്മള്. ഇത് രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ്. രണ്ടെണ്ണം ചേർന്ന്, രണ്ട് ഗ്രീക്ക് പദങ്ങൾ, രണ്ട് ഘടകപദങ്ങൾ ചേർന്ന ഒരു പദമായ ഗ്ലോസോ. ഗ്ലോസ എന്ന് പറഞ്ഞാൽ എന്നാ അറിയാം? ഗ്ലോസ, ഗ്രീക്കിൽ ഗ്ലോസ എന്ന് പറഞ്ഞാൽ ടങ്ക്, ടങ്ക്, നാവെന്നർത്ഥം. നാക്ക്, നാക്കെന്ന. ഗ്ലോസ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടങ്ക്, നാക്ക്. വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ടങ്ക് എന്ന് പറഞ്ഞ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഗ്ലോസ എന്ന് പറഞ്ഞ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഗ്ലോസ, ഗ്ലോസ എന്ന് പറഞ്ഞ ലാംഗ്വേജ്, ലാംഗ്വേജ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണേ, വാട്ട് ഈസ് യുവർ മദർ ടങ്ക്? നിങ്ങളുടെ മദർ ടങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയുടെ വാക്കാണോ കാണിക്കുന്നത്? ആണോ? മദർ ടങ്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്നതാ? മാതൃഭാഷ. അപ്പൊ ടങ്കിന് എങ്ങനെ ഒരു അർത്ഥമുണ്ട്? ഭാഷയെന്ന് അർത്ഥമുണ്ട്. അപ്പൊ നാക്കെന്ന് മാത്രമല്ല, നാക്കെന്ന് അർത്ഥമുണ്ട്, ടങ്കിന് ഭാഷ എന്നും അർത്ഥമുണ്ട് കേട്ടോ. അപ്പൊ അതാ ഗ്ലോസ, ഗ്ലോസ ഭാഷ അല്ലെങ്കിൽ നാക്ക്. നാക്കുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? ലാലൈൻ, ലാലൈൻ ഗ്രീക്കിൽ LALEIN, ലാലൈൻ എന്ന ഗ്രീക്ക് പദത്തിന് സ്പീക്ക്, സംസാരിക്കുക, സംസാരിക്കുക. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന പദമാണ് ഗ്ലോസോലാലിയ. ഇത് തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഗ്ലോസോലാലിയ, അന്യഭാഷാ ഭാഷണം അല്ലെങ്കിൽ മറുഭാഷ പറച്ചിൽ. അങ്ങനെ വെള്ളം പറയാമല്ലോ. മറുഭാഷ. അതെ, സത്യത്തിൽ അതാണ്. ഈ അന്യഭാഷ രണ്ട് രീതിയിലുണ്ട്. അതും വേറെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അതർ ടങ്ക് എന്ന് പറഞ്ഞ, അതർ ടങ്ക്, അതർ ടങ്ക് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം വേറൊരു ഭാഷ എന്നാ.
അല്ലെ? വേറൊരു ഭാഷ. അത് നമ്മൾ സംസാരിക്കും കേട്ടോ, ആത്മാവിൽ നമ്മൾ അത് സംസാരിക്കും. എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിയിൽ തന്നെ വേറെ എവിടെയെങ്കിലും സംസാരിക്കുന്ന ഭാഷയായിരിക്കും. വേറെ എവിടെയെങ്കിലും സംസാരിക്കുന്ന ഭാഷയായിരിക്കും. അത് അതർ ടങ്, മറ്റൊരു ഭാഷ. ആത്മാവ് അങ്ങനെ സംസാരിക്കും. കാരണം നമുക്കറിഞ്ഞുകൂടാ, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൊറിയയാണോ ജാപ്പനീസ് ആണോ ചൈനീസ് ആണോ നമുക്കറിഞ്ഞുകൂടാ. അതറിയാവുന്നതിന് കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലായി ഇത് വേറെ ഭാഷയാണ്. നമ്മൾ ഈ പറയുന്നത് നമുക്ക് തന്നെ തിരിയുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് ഭാഷയെന്ന് മനസ്സിലാകുന്നില്ല, അതിന്റെ അർത്ഥവും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ എബ്രഹാം, അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യ പെന്തിക്കോസ്ത് ദിവസം IPCയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾ അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചോണെ. പെന്തിക്കോസ്തിന്റെ കേരളത്തിലെ ആദ്യത്തെ തുടക്കം മുതലുള്ള ചരിത്രവാദം യേശുക്രിസ്തുവിന്റെ എളിയദാസൻ അഥവാ പാസ്റ്റർ കെ എബ്രഹാം, അതാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് ഒരെണ്ണം വാങ്ങി വെക്കുന്നത് നല്ലതാ കേട്ടോ. നമ്മള് പെന്തിക്കോസ്തുകാരല്ലേ ഇല്ലേ? അപ്പോ എങ്ങനെയാണ് കേരളത്തിൽ പെന്തിക്കോസ്തിന്റെ സഭ തുടങ്ങുന്നത്, പ്രവർത്തനം തുടങ്ങുന്നത് എന്നൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആ പുസ്തകം കേട്ടോ, പാസ്റ്റർ യേശുക്രിസ്തുവിന്റെ എളിയദാസൻ അഥവാ പാസ്റ്റർ കെ എബ്രഹാം. അദ്ദേഹം ഈ അടൂരടുത്ത് ഒരിക്കലും ഒരു കൺവെൻഷൻ ചെയ്യുന്നു. ഒരു സഭയിൽ അവിടെയുള്ള കുറച്ച് വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് അവരൊരു കൺവെൻഷൻ വെച്ചു. ഉണ്ണുണ്ണി സാർ എന്നാണല്ലോ അദ്ദേഹത്തെ നാട്ടിൽ വിളിക്കുന്നത്. ഉണ്ണുണ്ണി സാർ എന്ന ഒരു പ്രൈമറി സ്കൂൾ അധ്യാപനം കൂടെ ആയിരുന്നു കേട്ടോ. ഉണ്ണുണ്ണി സാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോ അദ്ദേഹമാണ് മുഖ്യ പ്രസംഗകനായിട്ട് എത്തിയത്. അപ്പൊ അദ്ദേഹം പ്രസംഗത്തിനായിട്ട് അവിടെ എത്തി. അപ്പോ യോഗത്തിന് മുഖ്യ സംഘാടകൻ ഒരു പാവപ്പെട്ടവരായിരുന്നു. പാവപ്പെട്ട പുള്ളി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആ തീഷ്ണതയിൽ കൺവെൻഷൻ വേണ്ടിയിട്ട് ഒരുക്കുക. വലിയ പന്തലൊന്നും ഇട്ടില്ല, ഒരു സ്റ്റേജ് മാത്രമൊക്കെ വലിച്ചു കെട്ടി. ഇന്നത്തെ പോലെ വലിയ തോരണോ അലങ്കാരം ഒന്നും ഇല്ല കേട്ടോ. ചുമ്മാ 2 ഓലക്കീറ് മുകളിലിട്ടു, 4 കാലും വെച്ചു എന്ന് പറഞ്ഞാൽ മഞ്ഞു കൊള്ളാതിരിക്കാൻ. ഇനി വരുന്നവര് മുഴുവൻ ഓലക്കീറയിൽ. ഓർക്കുന്നുണ്ടോ അങ്ങനത്തെ കൺവെൻഷൻ ഓർക്കുന്നുണ്ടോ? ഓലക്കീറയിൽ ഇരുന്ന് ഒത്തിരി കൺവെൻഷൻ കൂടിയ ആളാ ഞാൻ. ഫ്രണ്ടിൽ വന്ന് ഓലക്കീറിട്ട് തരും, അതിനകത്ത് ഇരുന്ന് കൺവെൻഷൻ കൂടിയ സംഭവം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺവെൻഷൻ കഴിയുമ്പോഴത്തേക്ക് കസേര മടക്കുന്ന പോലെ ഈ ഓലക്കീറി ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ മടക്കി എടുത്ത് അടുക്കി വെച്ചാ പോകുന്നത്. പിറ്റേന്ന് നിരത്തുന്ന പരിപാടി നമുക്കാ. എന്റെ അപ്പന ഉപദേശിയെ. അതുകൊണ്ട് ഈ പണിയെല്ലാം ഞാൻ ചെയ്യണം, ഞങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളൊരു കൺവെൻഷൻ ഒരുക്കി. അദ്ദേഹം അവിടെ ചെന്നു. ഒരു മോശ സഹോദരനാണ് ആ കൺവെൻഷന്റെ മുഖ്യ സംഘാടകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന പ്രവർത്തകൻ. അദ്ദേഹം മാത്രമാണ് അത്ര വിശ്വാസത്തിൽ തീക്ഷ്ണമായിട്ട് അവിടെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം സാധുവർഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല, തെറ്റിദ്ധരിക്കരുതേ. എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന്, ഹൈന്ദവ മാർഗത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വന്നൊരു സഹോദരന്. ഒന്നും അറിയത്തില്ല, കൂലിപ്പണിയാണ്. അപ്പോ എങ്കിലും കൈ കിട്ടിയ കുറെ കാശും എല്ലാം കൂടെ സംഭരിച്ച് ഉണ്ണുണ്ണി സാറിനെ വിളിച്ചൊരു കൺവെൻഷൻ വയ്ക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. എന്നിട്ട് അത് നോട്ടീസൊന്നും ഇല്ല കേട്ടോ. അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് പറയുക. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുള്ള അത് നോട്ടീസ് ഒന്നും അടിക്കുകയില്ലായിരുന്നു. അയൽവക്കത്തെ വീടുകളിലെല്ലാം കയറി പറയും, രാത്രി ഇന്നിവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്, എല്ലാവരും വരണേ എന്നിങ്ങനെ വീടാന്തരം കയറി പറയും. അപ്പൊ ഉണ്ണുണ്ണി സാറ് നേരത്തെ ചെന്നു. അന്ന് ബസ്സിനൊക്കെ പോണല്ലോ, അന്ന് അധികം ബസ്സും ഇല്ല. അപ്പൊ ബസ്സിന് നേരത്തെ കിട്ടിയ വണ്ടിയെല്ലാം കയറി ഉണ്ണുണ്ണി സാറ് നേരത്തെ അവിടെ ചെന്നു. ഉച്ചയ്ക്ക് ചെന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ സഹോദരൻ പറഞ്ഞു, സാറേ നമുക്കേ ഞാനിവിടെ അടുത്ത വീടുകളിലെല്ലാം കയറിയിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഒരു അച്ഛനുണ്ട്, ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം വലിയ പഠിപ്പുള്ള ആളാണ്, റോമിലൊക്കെ പോയി ഒത്തിരി തിയോളജിക്കൽ ഡിഗ്രി ഒക്കെ വാങ്ങിച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ അടുക്ക ചെന്ന് പോകാൻ പേടിയാ സാർ, അതുകൊണ്ട് സാറോട് ഒന്ന് വരാമോ, നമുക്ക് രണ്ടും പോയി ഒന്ന് ക്ഷണിക്കുകയും ചെയ്യാം, പ്രാർത്ഥിച്ചിട്ടും വരാമെന്ന്. ഏതായാലും സാറിനും കിട്ടിയ അവസരമാണല്ലോ. ഇവർ രണ്ടുപേരും പോയി അച്ഛനെ കൺവെൻഷനൊക്കെ ക്ഷണിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. വലിയ സന്തോഷമായിരുന്നു കേട്ടോ. അച്ഛനും വലിയ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു, വെള്ളമൊക്കെ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു. സന്തോഷത്തോടെ പോരാൻ നേരത്ത് സാറ് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞു. സാറ് പ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്ക് ഈ മോശവല്യപ്പനുണ്ടല്ലോ
പെട്ടെന്ന് അഭിഷേകം അന്യഭാഷയിൽ എന്തോ കുറച്ചു നേരം അന്യഭാഷ പറഞ്ഞു. ഈ അന്യഭാഷ അങ്ങോട്ട് പറയുകയും ഈ അച്ഛനുണ്ടല്ലോ പെട്ടെന്ന് ലത്തീൻ ലത്തീൻ ലത്തീൻ. അങ്ങനെ തന്നെ ആ അധ്യായത്തിന് സാറ് പേര് കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ എളിയദാസൻ അഥവാ പാസ്റ്റർ കെ എബ്രഹാം ഈ ഭാഗം എഴുതിയിരിക്കുന്നതിന് ലത്തീൻ ലത്തീൻ ലത്തീൻ, അങ്ങനെയാണ് പേര് പോലും ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ അച്ഛൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ലത്തീൻ ലത്തീൻ ലത്തീൻ. സാറ് വന്ന് അന്തം വിട്ടുപോയി. ഏതായാലും പ്രാർത്ഥന തീർന്നു. പ്രാർത്ഥന തീർന്നുകൊണ്ട് അദ്ദേഹം അന്തം വിട്ടപ്പോ അച്ഛന് ഈ മനുഷ്യനെ അറിയാം. ഇദ്ദേഹം സാധു വിഭാഗത്തിൽ നിന്ന് വന്നതാണെന്നും ഹിന്ദു ആയിരുന്നെന്നും കൂലിപ്പണിക്കാരനാണെന്നും അച്ഛനറിയാം. വിദ്യാഭ്യാസം ഇല്ലെന്നും അറിയാം. സ്കൂളിലൊന്നും പോയിട്ടില്ല, ഉള്ള പാർട്ടിയല്ല. അച്ഛൻ അന്തം വിട്ട് മോശം വല്യപ്പനായിട്ട് നോക്കുക. എന്നിട്ട് ചോദിച്ചു, നീ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ യജമാനെ ഞാന് സ്കൂളിൽ പോയിട്ടില്ല. നിനക്ക് എത്ര ഭാഷ അറിയാമെന്ന് ചോദിച്ചു. എനിക്ക് മലയാളം പറയാൻ അറിയാം, എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്നത്. എന്നാ നീ ഇപ്പൊ പറഞ്ഞത് ലത്തീനാന്ന് പറഞ്ഞു. അച്ഛനെ റോമിൽ ചെന്ന് ലത്തീൻ ഭാഷ ലാറ്റിൻ ഭാഷയൊക്കെ നല്ല പച്ചവെള്ളം പോലെ പഠിച്ചു വന്ന പാർട്ടിയാ. നീ ഇപ്പൊ പറഞ്ഞുണ്ടല്ലോ ലത്തീന, നീ എന്നോടാ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. അച്ഛൻ കണ്ണുനീരോടാ പറഞ്ഞത്. നീ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഈ മോശം വല്യപ്പൻ കരയാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞൊഴുകി. അതർ ടങ് എന്ന് പറഞ്ഞാല് സ്വർഗീയ, ഈ ലോകത്തിൽ പോലും ഉപയോഗിക്കാത്ത ഭാഷയായിരിക്കും. അതും അതർ ടങ്ങിൽ വരും. ഈ ലോകത്തിൽ ഒരിടത്തും കാണുകയല്ല, ഉപയോഗിക്കുന്നതായിരിക്കില്ല. സ്വർഗത്തിലെ ഭാഷയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തിരിച്ചറിയണമെന്നില്ല കേട്ടോ. ഞാൻ സ്വർഗത്തിലെ ഭാഷ സംസാരിച്ചാൽ ഈ ലോകത്തിലുള്ള മനുഷ്യൻ അങ്ങനെ തിരിച്ചറിയണമെന്ന് പറയുന്നത് നിർബന്ധമാണോ? അല്ല. അപ്പൊ ഞാൻ ഈ പ്രാപിച്ചിരിക്കുന്ന അടയാള ഭാഷ, ഞാൻ അടയാളമായിട്ട് ആത്മനിർഭർ പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ അടയാളമായിട്ട് ഞാൻ ഈ പ്രാപിച്ചിരിക്കുന്ന ഭാഷ എന്തിനാ എടുത്തേ? 1 കൊരിന്ത്യർ 14 എടുത്തേ. 1 കൊരിന്ത്യർ 14 എടുത്തേ. 14-ന്റെ 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14-2. ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോട് ഇത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇത് രണ്ടും വേർതിരിച്ച മനസ്സിലായിക്കോണേ. അന്യഭാഷ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അടയാള ഭാഷ. ഞാൻ ആത്മനിറവ് പ്രാപിച്ചപ്പോ ഞാനത് പ്രാപിച്ചു എന്നുള്ളതിന്റെ അടയാളമായി ദൈവം എനിക്ക് തന്ന ആ ഭാഷ. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ഞാൻ ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിനെ വിലക്കാൻ ഇവിടെ ഏത് പാസ്റ്റർക്ക് അധികാരമുള്ളത്? ഇവിടെ ആർക്കാ അധികാരം? നീ ദൈവത്തോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിനക്ക് പോയി. ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കും. അത് നീ തിരിച്ചറിയണമെന്നില്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു നടക്കുന്ന എന്നതാ? വ്യാഖ്യാനില്ലേ മിണ്ടാതിരുന്നോണോ? എടാ, ഇത് തിരിച്ചു പഠിക്കാൻ അറിയാൻ വയ്യ, മിണ്ടാതിരി. അവധാനതയോടെ ഇരുന്ന് നല്ല ഒരു കമന്ററിയോ ഡിക്ഷണറിയോ ഒക്കെ വെച്ചിട്ട് ഈ 1 കൊരിന്ത്യർ 14 അധ്യായം ഒന്ന് പഠിച്ചേരുന്നു. അതെല്ലാം പഠിപ്പിക്കാൻ എനിക്ക് നേരെയില്ല. ഞാൻ ഒരു ലേഖനം പഠിപ്പിക്കുകയായിരുന്നു അതിലോട്ട് വരാറ്. ഞാനിപ്പോ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങളും തൊട്ടു പോകുന്നേ ഉള്ളൂ. അതിന് നമുക്ക് സമയമുള്ളൂ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ ഒരു അധ്യായമൊക്കെ എടുക്കണമെങ്കിൽ 1 വർഷം കുറഞ്ഞത് നമുക്ക് കിട്ടണം. ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നത് മനുഷ്യരാരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് തിരിച്ചറിയാനല്ല ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിന് അറിയാൻ വയ്യാത്ത ചില ആഴമേറിയ കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതാ. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്റ്റൂറിയോൺ എന്ന് പറഞ്ഞൊരു പദമാണ് കേട്ടോ. മുസ്റ്റൂറിയോൺ എന്നുള്ള ഗ്രീക്ക് പദം നിങ്ങൾക്ക് അറിയാം. അതിൽ നിന്ന് ഇംഗ്ലീഷിൽ മിസ്റ്ററി എന്ന് കേട്ടിട്ടില്ലേ? മിസ്റ്ററി.
അത് വലിയൊരു മിസ്റ്ററി അവസ്ഥ. എന്താ ഈ മിസ്റ്ററി? നിഗൂഢമായ കാര്യങ്ങൾ, പലർക്കും അറിയാൻ വയ്യാത്ത രഹസ്യങ്ങൾ. പിന്നെ ഈ ലോകത്തിൽ ദൈവം എനിക്ക് ആത്മാവിനെ തന്നത് എന്തിനാണെന്നറിയാമോ? വലിയ ആഴമേറിയ ചില വിഷയങ്ങൾ ഞാൻ എന്റെ തമ്പുരാനും എന്റെ അപ്പച്ചനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ അത് പറയണ്ടെന്ന് വിലക്കാൻ. നീ ദൈവമാണോ? അവിടെ പെന്തിക്കോസിലെ ഉപദേശി ദൈവസഭയ്ക്കകത്ത് അന്യഭാഷാ ഭാഷണം വിലക്കരുത് കേട്ടോ, മണ്ടത്തരം കാണിക്കരുത്. നീ ദൈവാത്മാവിനെതിരായിരിക്കും, നീ ദൈവത്തിനെതിരാ നിൽക്കുന്നത്. ഇത് ഓർക്കണം. അത് അടുത്തത് അതിന്റെ 4 വായിച്ചേ. 4 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. നിങ്ങളാരും കേൾക്കാനോ നിങ്ങളോടൊന്നും പറയാനോ അല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തോടാ സംസാരിക്കുന്നത്. ദൈവത്തോട് മർമ്മങ്ങളാ സംസാരിക്കുന്നത്. അത് എനിക്ക് തന്നെ ആത്മിക വർധനവ് വരുത്താനാ. ആത്മിക വർധനവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആത്മിക വർധനവ് എന്ന് പറഞ്ഞാൽ കെട്ടുപണി. മനസ്സിലായോ? എന്റെ ആത്മീയ ജീവിതത്തെ ഒന്നിനോടൊന്ന് ചേർത്ത് കെട്ടിപ്പണിയുകയാ ഞാൻ. അല്ലാതെ ഓയിക്കഡോമിയോ എന്നും പറഞ്ഞൊരു പദമാണത് കേട്ടോ. ഓയിക്കഡോമിയോ എന്ന് പറഞ്ഞാലേ ആത്മീയ വർധനം എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓയിക്കഡോമിയ. അതും ഗ്രീക്കിൽ 2 പദങ്ങൾ ചേർന്നതാ. ഓയിക്കോസ്. ഗ്രീക്കിൽ ഓയിക്കോസ് എന്ന് പറഞ്ഞ വീട്. ഓയിക്കോസ്. ഡോമോ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ പണിയുക, കൺസ്ട്രക്ട് ഓർ ബിൽഡ്. ഓയിക്കോസ് എന്ന് പറഞ്ഞ വീട് കേട്ടോ. ഓയിക്കോസ് കേട്ടോ. നമ്മുടെ വീടിന് ഇടാൻ കൊള്ളാവുന്ന പേരാ ഓയിക്കോസ്. കൊള്ളാം, ഓർത്തിരുന്നോണേ. വീടിന് വീടെന്ന് പേരിടാവല്ലോ. പുസ്തകത്തിന് പുസ്തകമല്ലേ ഇട്ടിരിക്കുന്നേ. അപ്പൊ അതുപോലെ നമ്മുടെ വീടിന് ഓയിക്കോസ് ഒന്നും കിട്ടോടും കേട്ടോ. നല്ല കാര്യമാണ്. ഓയിക്കോസ് എന്ന് പറഞ്ഞ ഗ്രീക്കിൽ വീടെന്ന അർത്ഥം, വീട്. ഡോമോ എന്ന് പറഞ്ഞ പണിയുക. എങ്ങനെയാ നമ്മൾ വീട് പണിയുന്നേ? ഒരു കട്ട എടുത്ത് വെച്ചു, ചാന്തിട്ടു, തോത് പിടിച്ചു, അടുത്ത കട്ട എടുത്ത് വെച്ചു, അതിന് പുറത്ത് വീണ്ടും ചാന്തിട്ടു, തോത് പിടിച്ചു, വേറൊരു കട്ട പണിയുന്നു. ഇതിനെയാണ് ആത്മിക വർധനവെന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഞാൻ തന്നെ കെട്ടിപ്പണിയുകയാണ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോ. മനസ്സിലായോ? അയ്യോ, ചിലര് മറുഭാഷ പറയുകയും ചെയ്യും, ഉള്ളത് മുഴുവൻ പൊളിച്ചു കളയുകയും ചെയ്യും. സഭയും പൊളിച്ചിട്ട് ഇയാള് സഭ വിട്ടു പോവുകയുള്ളു. അതെന്നെ ആത്മീയ വർധനം. അപ്പൊ നീ പ്രാപിച്ച ആത്മാവ് ഏതാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിലേ നീ ഇത് സംസാരിക്കും തോറും എന്ത് ചെയ്യുക? ആത്മീയ വർധനവ് വരുത്തുക. ഈ ആത്മീയ വർധനവ് വരുത്തുക എന്ന് പറഞ്ഞ പുള്ളി വാ പൊളിക്കാതിരുന്നാൽ നല്ലതാ. വീട്ടിലാണേലും സഭയിലാണേലും ഒറ്റ പറച്ചില് പറഞ്ഞ 10 കുടുംബം സഭ വിട്ടു പോകും. നീ പ്രാപിച്ച ആത്മാവ് ദൈവാത്മാവ് അല്ലെന്ന് അതിന്റെ അർത്ഥം. ഏതാണ്ട് ദൂരാത്മാവാണ് നിന്റെ കൂടെ നടക്കുന്നത്. അവിടെ എങ്കിലും ഇതൊക്കെ ഒന്ന് ഓർത്തണം കേട്ടോ. എന്നോട് വന്ന് മറുഭാഷ പറയേണ്ടെന്ന് പറയാൻ നീ അനുവദിക്കരുത്. ഞാൻ ദൈവത്തോടാ സംസാരിക്കുന്നത്, നിന്നോടല്ല, ഉപദേശിയോടല്ല ഞാൻ പറഞ്ഞത്. ഉപദേശിയോട് വർത്താനം പറയാൻ എനിക്ക് വേറെ ഭാഷയുണ്ട്, എനിക്ക് നിനക്കും അറിയാവുന്ന ഭാഷയുണ്ട്. ഞാനീ പറഞ്ഞത് ദൈവത്തോടാ പറഞ്ഞത്. ഞാനീ പറഞ്ഞത് ദൈവത്തോട് വൻകാര്യങ്ങളാ പറഞ്ഞത്, മർമ്മങ്ങളാ പറഞ്ഞത്. എന്റെ പൊന്നു ഞാൻ നിനക്കത് വല്ലതും അറിയാവോ? ഇല്ലേ? നീ ഇപ്പോഴും കല്യാണ വീട്ടിലെ കൂട്ടുകടിയും മത്സരവും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുക. ഇല്ലയോ? നീ ഇപ്പോഴും ഫേസ്ബുക്കിനകത്ത് ഉപദേശിമാരുടെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതിന് നേരമില്ല. ഞാൻ ദൈവമായിട്ട് ചില മാർമിക സത്യങ്ങൾ, മറ്റാർക്കും അറിയാത്ത ചില മർമ്മങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിലക്കാൻ നീ ആരാ? ഇത് സംസാരിച്ചുകൊണ്ട് നിനക്കെന്നാ ഗുണം? എനിക്കുണ്ട്. എന്റെ ക്രിസ്തീയ ജീവിതത്തെ ഞാൻ കെട്ടിപ്പണിയുകയായി.
അന്യഭാഷ അധികം പറയുന്നതനുസരിച്ച് ഞാൻ നിന്റെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം കെട്ടിപ്പണിയുകയായിരുന്നു. 5 5-ാമത്തെ വാക്യം 5 അതുള്ള വായിച്ചു നിർത്താം. നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷം പ്രവർത്തിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറയുക, നിങ്ങൾ എല്ലാവരും അന്യഭാഷയെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേണ്ടേ? ദൈവത്തോട് സംസാരിക്കണോ? ദൈവത്തോട് സംസാരിക്കണോ? നിന്റെ പൊട്ട മലയാളം കൊണ്ട് വീട്ടിൽ പോയി ദൈവത്തോട് സംസാരിക്കണേ, അന്യഭാഷയെ സംസാരിക്കേ. സ്വർഗത്തിലെ ഭാഷയെ സംസാരിക്കങ്ങോട്ട്, ദൈവവുമായിട്ട് സംസാരിക്കേ. എന്തായി പറയുന്നേ? ആരുടെയും കുറ്റമല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ എന്താ പറയുന്നത്? വലിയ മാർമിക സത്യങ്ങൾ, മർമ്മങ്ങളെയാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവവുമായിട്ട്. മനസ്സിലായോ? അത് പറഞ്ഞാൽ നിനക്ക് എനിക്ക് എന്തൊരു കൂടെ എടാ പൊന്നു, ഞാന് ആത്മീയ വർധന പ്രാപിച്ചുകൊണ്ടിരിക്കുക. എന്റെ ആത്മീയ ജീവിതം ഒന്നുകൂടെ കെട്ടിപ്പടുത് ഇന്നലത്തേക്കാൾ കട്ടിയായി, ശക്തിയായി, ഉറപ്പുള്ളതായി തീരുകയാണ്. അതിനാ ഞാൻ ഈ അന്യഭാഷ സംസാരിക്കുന്നത്. പൗലോസ് പറയുക, നിങ്ങളെല്ലാവരും അന്യഭാഷയെ സംസാരിക്കണം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ? എന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് പൗലോസ് തന്നെ പറയുന്നുണ്ട്, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, 18-ാമത്തെ വാക്യം കണ്ടോ? നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്തൊരു അഭിമാനത്തോടെ പറഞ്ഞെന്നറിയാമോ? ഇന്നത്തെ പെന്തിക്കോസ്ത് സഭയിൽ അന്യഭാഷ പറയുന്നവൻ നാണം കെട്ട നടക്കുന്നേ. കാരണം ഇവനീ പറയുന്ന അന്യഭാഷ പിള്ളേര് കേട്ട് പഠിച്ചേച്ച് അതിന്റെ അറ്റവും മുറി ഇട്ട് നിന്നെ വിളിച്ചോണ്ട് നടക്കുക പേര്. ഇയാള് പറഞ്ഞ അന്യഭാഷയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഇയാളെ കളിയാക്കുക, നാളെ വരുന്നുണ്ടെന്ന്. ആര്? നമ്മൾ പറഞ്ഞ പദമായി പറയുന്നത്. പൗലോസ് പറയുക, എനിക്ക് അഭിമാനമാണ് നിങ്ങളെല്ലാവരേക്കാൾ അന്യഭാഷയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഇതേതാ? അന്യഭാഷയാണ് നമുക്ക് അടയാളമായി ഞാൻ ആത്മനിറവ് പ്രാപിച്ചു എന്നതിന്റെ തെളിവായി ദൈവാത്മാവ് എനിക്ക് തന്നത്. അത് ഞാൻ പറയും. ഞാൻ പറയും, എവിടെ ആയിരുന്നാലും പറയും, പ്രാർത്ഥിക്കുമ്പോൾ പറയും, ആരാധിക്കുമ്പോൾ പറയും. അതിലാ ഞാൻ അടുത്ത ദിവസം അതിലേക്ക് വരാം.